നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ചൂരൽമലയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മുണ്ടക്കൈയും ചൂരൽമല മേഖലയിലെ ഉരുൾപൊട്ടലിൽ കാണാത്തവർക്കായുള്ള തിരച്ചിൽ ഇന്ന് ഊർജിതമാക്കും. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ 6 സോണുകളായി തിരിച്ച് 40 ടീമുകളാവും തിരച്ചിലിന് രംഗത്തുണ്ടാവുക. അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ. മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും GVHSS വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം 6ാമത്തെ സോണുമാണെന്ന് മന്ത്രിതല സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഇന്നു മുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം 3 രീതിയിലും തെരച്ചിൽ നടത്തും. 40 കിലോമീറ്റർ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന 8 പോലീസ് സ്റ്റേഷൻ്റെ പുഴഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്നാകും തിരച്ചിൽ നടത്തുക. പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായും തെരച്ചിൽ നടത്തും. ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനം വകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ താങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ നാളെ എത്തുമെന്നും മന്ത്രിമാർ അറിയിച്ചു. മൃതദേഹങ്ങളടക്കം കണ്ടെത്താൻ നിലവിൽ 6 നായകളും തെരച്ചിൽ സംഘത്തോടൊപ്പമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 4 കടാവർ നായകൾ കൂടി ഇന്ന് വയനാട്ടിലെത്തും. പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് വയനാട് ചൂരൽമലയിലെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം കരസേനാംഗങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരേ സമയം 24 ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് സൈന്യം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ബെയിലി പാലം. ഈറ്റാച്ചി അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള വലിയ യന്ത്രസാമഗ്രികൾ ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാനാകും. ഇവിടെയുള്ള ഉണ്ടായിരുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയതോടെയാണ് മുണ്ടക്കൈ പുറം ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 300 കവിഞ്ഞു. 300 കവിഞ്ഞതായി ഔദ്യോഗിക വിവരങ്ങൾ വരുന്നു. 240 പേരെ ഇനിയും കാണാനില്ല. കനത്ത മഴ 3ാം ദിനവും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായിരുന്നു. പല സ്ഥലങ്ങളിലും ഇനിയും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ എത്താൻ ആവാതിരുന്നതാൽ ഇന്നത്തെ സംഘം തിരിച്ചുള്ള തിരച്ചിലോടെ മരണസംഖ്യ ഏറെ ഉയർന്നേക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിക്കരുതെന്നും അഭിപ്രായങ്ങൾ പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് നൽകിയ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. അത്തരമൊരു നയം സർക്കാരിനില്ലെന്നും വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും ഇത് പിൻവലിക്കാൻ ഇടപെടണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലം സന്ദർശിക്കരുതെന്നും ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുതെന്നുമായിരുന്നു ശാസ്ത്രജ്ഞർക്ക് നൽകിയ നിർദ്ദേശം. പഴയ പഠനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കരുതെന്നും ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ പ്രത്യേക കുറിപ്പിൽ അറിയിച്ചിരുന്നു. വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും സന്ദർശിക്കാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി. KC വേണുഗോപാലും VD സതീശനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്താണോ തനിക്ക് തോന്നിയത് അതേ വേദനയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇവിടെ ഓരോരുത്തരുടെയും കുടുംബം ഒന്നാകെയാണ് നഷ്ടമായത്. അന്ന് തനിക്കുണ്ടായതിനേക്കാൾ ഭീകരാവസ്ഥയാണ് ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർക്കാണ് ഉറ്റവരെ നഷ്ടമായത്. അവരുടെ കൂടെ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ദുരന്തത്തിൽപ്പെട്ടവർക്ക് പുനരധിവാസം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും എന്നും അദ്ദേഹം പറഞ്ഞു. സഹോദരന് തോന്നിയ അതേ വേദനയാണ് തനിക്കുണ്ടായതെന്നും അതിദാരുണമായ സംഭവമാണെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പോകണ്ടെന്നാണ് ക്യാമ്പിലുള്ളവർ പറയുന്നതെന്നും അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ ദുരന്തഭൂമിയും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൗത്യം ഊർജിതമാക്കാൻ കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗങ്ങളിൽ 1769 പേർ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. NDRF, CRPF, കര, വ്യോമ, നാവിക സേനകൾ, കോസ്റ്റ് ഗാർഡ്, പോലീസ്, അഗ്നിശമന സേനാംഗങ്ങൾ ഉൾപ്പെടെ 3 ദിവസങ്ങളിലായാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് 3 ദിവസങ്ങളിലായി നടത്തിയ പ്രവർത്തനങ്ങളിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തി. ദുരന്തഭൂമിയിൽ നിന്ന് 29 കുട്ടികളെ കാണാതായതായി DDE യോഗത്തിൽ അറിയിച്ചു.
മുണ്ടക്കൈ അട്ടമല ഭാഗങ്ങളിൽ ഇനി ആരും ജീവനോടെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയില്ലെന്ന് കേരള കർണാടക സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ BT മാത്യു അറിയിച്ചു. മൃതദേഹങ്ങളാണ് ഇനി കണ്ടെടുക്കാനുള്ളത്. മൃതദേഹ അവശിഷ്ടങ്ങളുടെ തിരിച്ചറിയലും സംസ്കാരവുമാണ് പ്രശ്നമായി അവശേഷിക്കുന്നത്. മൃതദേഹം കിട്ടിയാൽ 3 മിനിറ്റിനുള്ളിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നുണ്ടെന്ന് ആരോഗ്യ മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വയനാട് ദുരന്തഭൂമിയിലെ അവകാശികൾ ഇല്ലാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പ്രോട്ടോകോൾ തയ്യാറായിട്ടുണ്ടെന്ന് പ്രത്യേക ഉദ്യോഗസ്ഥർ ശ്രീറാം സാംബ ശിവറാവു അറിയിച്ചു. അറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യം അതാത് ഗ്രാമപഞ്ചായത്തുകൾ തീരുമാനിക്കുമെന്നും അതോടൊപ്പം ഉരുൾപൊട്ടൽ ഇത്ര ആഘാതം എങ്ങനെ ഉണ്ടാക്കി എന്നത് ഗൗരവമായി പഠിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ചൂണ്ടിക്കാട്ടി. കാലവർഷക്കെടുതിയുടെ ഭാഗമായി വയനാട് ജില്ലയിൽ ആരംഭിച്ച 91 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 9328 പേരെ മാറ്റി താമസിപ്പിച്ചു. ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 9 ക്യാമ്പുകൾ ഉൾപ്പെടെയാണിത്. 2704 കുടുംബങ്ങളിലെ 3393 പുരുഷന്മാരും 3824 സ്ത്രീകളും 2090 കുട്ടികളും 21 ഗർഭിണികളുമാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടി ചുരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 578 കുടുംബങ്ങളിലെ 2328 പേരെ മാറ്റി താമസിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടുമില്ല. എന്നാൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, പാലക്കാട്, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം ഇടുക്കിയിലും എറണാകുളത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കും. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചു. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം. വള്ളംകളി സെപ്റ്റംബറിൽ നടത്താനാണ് തീരുമാനം. എന്ന് നടത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന് ശേഷമുണ്ടാകും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.